സന്തോഷവും ദൈവസാന്നിധ്യവും അഭിഷേകവും ശക്തിയും ദൈവകൃപയും വർദ്ധിച്ചു നിൽക്കുന്ന ഈ നല്ല വേളയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ഒരു നിമിഷം കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം കേൾക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. കൂടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ഞങ്ങളെ പുതിയതായിട്ട് കാണുന്ന ഒത്തിരിയും പേരിന്നുണ്ട്, എനിക്കറിയാം. യൂട്യൂബിലും ഉണ്ട്, സൂമിലും ഉണ്ട്. ഞങ്ങളെ പുതിയതായി കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ദിവസവും ഞങ്ങളോടുകൂടെ ജോയിൻ ചെയ്യുന്നവർക്കും, ഇന്ന് പുതിയതായി ഈ ഫാമിലിയിലേക്ക് വന്നവർക്കും, ഞങ്ങളെ സൂമിൽ കാണുന്നവർക്കും യൂട്യൂബിൽ കാണുന്നവർക്കും എല്ലാം ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ ഈ ഫാമിലിയിലേക്ക്, ഫെദ ഇൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ മീറ്റിംഗ് ദൈവകൃപയാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് നടന്നു വരുന്നു. ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. മുടക്കങ്ങളില്ലാതെ ദൈവകൃപയാൽ അത് നടത്തി വരാൻ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ വാട്സാപ്പിൽ അയക്കാനുള്ള നമ്പർ ഞങ്ങൾ ഈ മീറ്റിങ്ങിന് മുന്നേയും ഈ മീറ്റിങ്ങിന് ശേഷവും കൊടുക്കും. അതുപോലെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്. നിങ്ങൾക്കതിൽ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണത്തിന്, സ്നേഹത്തിന് നന്ദി. വളരെ ശക്തമായൊരു ദൈവവചനമാണ് കേട്ടോ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനമാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളം കത്തി. അപ്പം ഞാനത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചെടുത്തു. അന്ധകാരത്തെ പ്രകാശമാക്കുന്നൊരു ദൈവമുണ്ട്. ഇതൊരു പ്രൊഫസിയാണ്. അന്ധകാരത്തെ പ്രകാശമാക്കുന്നൊരു ദൈവമുണ്ട്. അന്ധകാരത്തെ പ്രകാശമാക്കുന്നൊരു ദൈവമുണ്ട്. എന്നോട് കൂടെ പറയാം. അന്ധകാരത്തെ പ്രകാശമാക്കുന്നൊരു ദൈവമുണ്ട്. ആ പ്രകാശത്തിലേക്കാണ് കർത്താവ് ഇന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ഈ സന്ദേശം നമ്മുടെ വീടുകൾക്കകത്ത് പ്രസംഗിച്ച് കേൾക്കുമ്പോൾ, ഈ സന്ദേശത്തിന് ആമേൻ പറയുമ്പോൾ, ഇന്ന് വീടിനകത്ത് വാഴുന്ന അന്ധകാരത്തിൻ്റെ സകല ദുർശക്തികളും മുട്ടുമടക്കും. നിന്റെ ജീവിതത്തിൻ്റെ നേരെ തല ഉയർത്തി നിൽക്കുന്ന സകല ഇരുട്ടിൻ്റെ ശക്തികളും വചനത്തിൻ്റെ അധികാരത്താൽ, ശക്തിയാൽ മുട്ടുമടക്കും. അത്രമേൽ ഉറപ്പ് എനിക്കുണ്ട്. അത്രയും ബോധ്യം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്കും കർത്താവ് എനിക്ക് അതിൻ്റെ ഒരു നിയോഗം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുട്ടുമടക്കും. നമുക്ക് ഒരുമിച്ച് ആ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിച്ചതിന് ശേഷം നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണിത്. ഓക്കെ. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു, സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, ഞാൻ അവിടെ ഒന്ന് നിൽക്കുവാണ്. എൻ്റെ സബ്ജക്റ്റ് ആക്ച്വലി യേശു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കിയതല്ല. എൻ്റെ സബ്ജക്റ്റ് അതല്ല. എൻ്റെ സബ്ജക്റ്റ് യേശു കർത്താവിൻ്റെ ഇന്നർ ബീയിങ്ങിനകത്ത് കർത്താവ് കാത്തു സൂക്ഷിച്ച മങ്ങലേൽപ്പിക്കാതെ കൊണ്ട് നടന്ന, ക്ലാവ് പിടിക്കാതെ കൊണ്ട് നടന്ന, കളഞ്ഞു കുളിക്കാതെ കൊണ്ട് നടന്ന, കർത്താവ് കെയർ ചെയ്ത, കർത്താവ് ജ്വലിപ്പിച്ച, കർത്താവിൽ വസിച്ചിരുന്ന അപ്രകാശം. ഈ പ്രകാശം എന്തിനാണ് എനിക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ ഈ പ്രകാശം എന്തിനാണ് നമുക്ക് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ദൈവകൃപയെ ശരണപ്പെടുന്നത്. ഒത്തിരി പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജീവിതം അന്ധകാര ശക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ജീവിതം പൈശാചിക ശക്തികളെ കൊണ്ടുള്ള ആക്രമണത്തെ പ്രതി പൊറുതിമുട്ടിയിരിക്കുക. എങ്ങനെ ഒരു വ്യക്തിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയും എന്ന് മാത്രമല്ല, എങ്ങനെ അവന് അതിനെ നിർവീര്യവും നിഷ്ക്രിയവുമാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്.
അപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുക. ദൈവം നമ്മളോട് ഇടപെടട്ടെ. ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, പക്ഷവാതക്കാരനിലേക്ക് കണ്ണ് പോകേണ്ടതിന് പകരം യേശുവിൻ്റെ കണ്ണ് പോയത് അകത്ത് വിശ്വാസത്തിൽ പ്രകാശമുള്ള ഒരു കൂട്ടം ജനത്തിലേക്കാണ്. നമ്മുടെ വിശ്വാസത്തിന് പ്രകാശമുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് പ്രകാശം ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രകാശമാണ് വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ പ്രകാശമാണ് വിശ്വാസത്തിൻ്റെ ശക്തി. നിങ്ങൾക്കൊരു 0 വോൾട്ട് ബൾബ് കത്തിച്ചിട്ട് നിങ്ങൾക്ക് ആ ബൾബിലേക്ക് നോക്കാൻ കഴിയും, നിഷ്പ്രയാസം കഴിയും, ആർക്കും കഴിയും, ഏത് കുഞ്ഞുകുട്ടിക്കും കഴിയും. 9 വോൾട്ട് ബൾബ് കത്തിച്ചിട്ട് ഒരുവിധമൊക്കെ കണ്ണ് ചെറുകിനെയൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് ഒന്നൊക്കെ നോക്കാൻ പറ്റും. ഒരു 15 വോൾട്ട് കത്തിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടും. 18 വോൾട്ട് കത്തിക്കുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. 50 വോൾട്ടിന്റെ ഫ്ലഡ് ലൈറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? 50 വോൾട്ടിന്റെ ഫ്ലഡ് ലൈറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. നോക്കിയെന്നുണ്ടെങ്കിൽ അവൻ ഏകദേശം ഒരു 5-10 മിനിറ്റെങ്കിലും അവനൊരു അന്ധനെ പോലെ തപ്പി നടക്കുന്നത് നമുക്ക് കാണാം. കാര്യം എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രകാശത്തിലേക്ക് അധികം സമയം നോക്കി നിൽക്കാൻ ഒരു മനുഷ്യൻ്റെ ഈ കണ്ണുകൾക്ക് കഴിയില്ല. കണ്ണിൻ്റെ ലെൻസ് അതിന് അനുവദിക്കത്തില്ല. കണ്ണിലെ ചെറിയ ചെറിയ വെയിനുകൾ അത് താങ്ങത്തില്ല, അതിൻ്റെ ആ പവർ താങ്ങത്തില്ല. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് അതിന് ഫ്ലഡ് ലൈറ്റ് എന്ന് തന്നെ വിളിക്കുന്നത്. വെള്ളപ്പൊക്ക സമയത്തൊക്കെ വെക്കുന്ന സാധനം നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ. ഓക്കെ, എന്തുകൊണ്ടാണ് കഴിയാതെ? 0 വോൾട്ടും ബൾബാണ്. അതിലേക്ക് എത്ര നേരം വേണേലും നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതുപോലെ അല്ല 50 വോൾട്ട് ബൾബിൽ നമ്മൾ നോക്കുന്നത്, അതുപോലെയല്ല നമ്മളൊരു ഹാലജനിലേക്ക് നോക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയും ഇതനുസരിച്ചാണ്. 0 വോൾട്ട് ശക്തിയുള്ള വിശ്വാസമുള്ള ആൾക്കാരെ എനിക്കറിയാം, 15 വോൾട്ട് ഉള്ളതിനെ എനിക്കറിയാം, 20 വോൾട്ട് ഉള്ളതിനെ അറിയാം, 50 വോൾട്ട് ഉള്ളതിനെയും എനിക്കറിയാം, അതിൻ്റെ മേളിലോട്ടുള്ളതിനെ. അതിൻ്റെ മേളിലോട്ടൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ നോക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ വിശ്വാസവും അവരുടെ ഫെയ്ത്ത് ആക്ഷനും അവരുടെ കാത്തിരിപ്പിൻ്റെ പവറൊക്കെ വേറെ തലമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നിന്റെ വിശ്വാസ കണ്ണുകളിലേക്ക് ശത്രു നോക്കുമ്പോൾ അവൻ എത്ര നേരം വേണമെങ്കിലും എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയുന്ന വിശ്വാസമാണ് എൻ്റെ അകത്ത് കത്തുന്നത് എങ്കിൽ സാത്താൻ നോട്ടമിട്ട കണക്കിന് നമ്മെ ചുറ്റിക്കും. എന്നാൽ ഒരു 15 വോൾട്ടിലേക്ക് അവൻ കുറച്ചു നേരം നോക്കും, പിന്നെ അവൻ കണ്ണെടുക്കും, പിന്നെ അവൻ നോക്കും, പിന്നെയും കണ്ണെടുക്കും, പിന്നെ അവൻ നോക്കും, പിന്നെയും കണ്ണെടുക്കും. പക്ഷെ ഒരു 50 വോൾട്ടുകാരൻ്റെ പവറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആ പ്രകാശമാണ് അവൻ്റെ വിശ്വാസത്തിൽ കത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലേ നോക്കും, പിന്നെ അന്ധത ഭയപ്പെട്ടിട്ട് പിന്നെ നോക്കാൻ അവൻ തുനിയത്തില്ല. ഇതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടും. യേശു പക്ഷവാതക്കാരനെ കൊണ്ടുവന്ന ജനത്തിലേക്കാണ് ആദ്യം അവൻ്റെ കണ്ണു പോകുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച വ്യക്തിയാകത്തില്ല. നിങ്ങൾ ചിലരുടെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കത്തില്ല. നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ അവർ ദൈവത്തെ അംഗീകരിച്ചിട്ട് പോലും ഉള്ളൊരു വ്യക്തിയായിരിക്കത്തില്ല. പക്ഷേ നിന്റെ അകത്ത് കത്തുന്ന വിശ്വാസത്തിന്റെ തീയാൽ, വിശ്വാസത്തിന്റെ പ്രകാശത്താൽ കർത്താവിന്റെ കണ്ണ് നിന്നെ ആദ്യം നോക്കും. രണ്ടാമത് നിന്റെ വിശ്വാസത്തെ പ്രതി, നിന്റെ വിശ്വാസത്തിന്റെ പ്രകാശത്തിലൂടെ അവന്റെ കണ്ണുകൾ മറ്റൊരുവന്റെ മേൽ പൊയ്ക്കൂടായികയില്ല. ഇവിടെ 4 കാലിലും കട്ടിലിന്റെ 4 കാലിൽ തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന പക്ഷവാതക്കാരനിലേക്ക് യേശുവിന്റെ കണ്ണ് പോകേണ്ടതിന് പകരം യേശുവിന്റെ കണ്ണ് പോകുന്നത് ചുമന്നുകൊണ്ടുവരുന്നവരുടെ കണ്ണിലേക്കാണ്. ചുമന്നുകൊണ്ടുവരുന്നവരുടെ കണ്ണ്, അവന്റെ കണ്ണിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര വിശ്വാസമുണ്ട്. ഇതാ കണ്ണിൽ പ്രകാശം, അവരുടെ വിശ്വാസത്തിൽ പ്രകാശം, അവരുടെ ചുണ്ടിൽ പ്രകാശം, അവരുടെ വാക്കുകളിൽ പ്രകാശം, അവരുടെ പ്രവൃത്തികളിൽ പ്രകാശം. ഒരു ദൈവ പൈതലിന്റെ അടിമുടി നോക്കിക്കഴിഞ്ഞാൽ വെറുതെ വിശ്വാസി 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 എന്ന് പറയേണ്ട ഒരവസ്ഥയല്ല. അവന്റെ ഓരോ പ്രവൃത്തികൾക്കകത്തും വിശ്വാസത്തിന്റെ തീ കത്തണം. യേശുവിന്റെ നാമത്തിൽ അവൻ മുട്ടു മടക്കി കഴിഞ്ഞാൽ നടക്കുമോ എന്തോ.
എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ല. 0 വോൾട്ട് ഫെയ്ത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 50 അല്ല 500 പുറത്തുണ്ടെങ്കിൽ ആ കണക്കിന് കത്തുന്ന ഒരു വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ വിശ്വാസത്തെയാണ് മോശ ചെന്ന് വടി നീട്ടി പാറയെ പിളർത്തിയതിന് ദൈവം ഉപയോഗിച്ചത്. ഈ വിശ്വാസമാണ് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടലിനെ 2ആയി പിരിക്കാൻ ദൈവം ഉപയോഗിച്ചത്. മോശയുടെ വടിയും ഉള്ളത് കൊണ്ടല്ല, പിന്നെയോ ദൈവവും ദൈവവിശ്വാസവും ഉള്ള ഒരു അഭിഷിക്തൻ ആ പട്ടണത്തിൽ ഉള്ളത് കൊണ്ടാണ് ദൈവം അത് പിളർക്കാൻ ഈ വിക്കനെ തന്നെ ഉപയോഗിച്ചത്. ഒത്തിരി പരിമിതികളുടെ നടുവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്, ഒത്തിരി കുറവുകളുടെ നടുവിൽ എന്നെ കേൾക്കുന്നവരുണ്ട്, ഒത്തിരി ആശങ്കകളുടെ മധ്യത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. പക്ഷേ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, കത്തിക്കാൻ ദൈവമുണ്ട്, കത്താൻ നീ തയ്യാറാണെങ്കിൽ. കത്തിക്കാൻ ദൈവമുണ്ട്, കത്താൻ നീ തയ്യാറാണെങ്കിൽ. പ്രകാശിപ്പിക്കാൻ ദൈവമുണ്ട്, പ്രകാശിക്കാൻ നീ തയ്യാറാണെങ്കിൽ. അവസ്ഥ മാറ്റാൻ ദൈവമുണ്ട്, മാറാൻ നീ തയ്യാറാണെങ്കിൽ. Come on. ഈ സെക്കൻഡിൽ ചിലരുടെ വിശ്വാസത്തിന്റെ അകത്ത് ഒരു ഭയങ്കര റിഫ്രഷിംഗ് നടക്കുകയാണ്. വല്ലാത്ത അസ്വസ്ഥതകൾ കൊണ്ട് വിശ്വാസത്തിൽ മങ്ങലേറ്റുപോയ ചിലരിലേക്ക് ഒരു റിഫ്രഷിംഗ് പവർ. In the mighty name of Jesus. നിന്റെ വിശ്വാസം മാറുമ്പോ നിന്റെ സമയവും മാറും. നിന്റെ വിശ്വാസം മാറുമ്പോ നിന്റെ വിധിയും മാറും. നിന്റെ വിശ്വാസം മാറുമ്പോ നിന്റെ അഭിഷേകവും മാറും. Come on. വിശ്വാസത്തിന്റെ പ്രകാശവും അഭിഷേകവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. വിശ്വാസത്തിന്റെ പ്രകാശവും സമയവും തമ്മിൽ കണക്ഷൻ ഉണ്ട്. വിശ്വാസത്തിന്റെ പ്രകാശവും ആരൊക്കെയോ പറയുന്ന വിധിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇന്നത്തെ മോർണിംഗ് മെസ്സേജ് ഇങ്ങനെയായിരുന്നു. നിങ്ങൾ കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ദിവസങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ ദിവസം, സമയം, നാളുകൾ നോക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ അതിൻ്റെ ഉസ്താദായിരുന്നു, ഞാൻ അതിൻ്റെ ആളായിരുന്നു. സമയം നോക്കും, നാള് നോക്കും, എല്ലാം നോക്കും. നോക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഉണ്ടോ? എന്നാൽ നിങ്ങൾ പോയി ആ ഒരു 22 മിനിറ്റുള്ളൊരു മെസ്സേജാണേ, ഇന്ന് രാവിലെ ഇട്ടതാണ്. ആ ടൈറ്റിലും അങ്ങനെ തന്നെ, നിങ്ങൾ ദിവസം നോക്കുന്ന ആൾക്കാരാണോ എന്നുള്ളത്, അങ്ങനെ എന്തോ ആണ് ടൈറ്റിൽ കിടക്കുന്നത്. ഒന്ന് കേൾക്കണം. കർത്താവ് ചോദിച്ചടാ യോബേ, നിനക്ക് കാർത്തികയെ ചങ്ങല കൊണ്ട് ബന്ധിക്കാമോ? മകയിരത്തെ നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? സപ്തഹർഷി, മകയിരം, കാർത്തിക, എല്ലാ ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ദിവസവും ഒരു പ്രശ്നമല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നിയന്ത്രണ കർത്താക്കളെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ശക്തനാണ് എൻ്റെ ദൈവമെങ്കിൽ, ദൈവം ഉണ്ടാക്കിയ ഒരു ദിവസം എന്നെ നിയന്ത്രിക്കണമോ? ആ ദിവസത്തെ ഉണ്ടാക്കിയ ദൈവം എൻ്റെ വിധി നിയന്ത്രിക്കണമോ? ദൈവമുണ്ടാക്കിയ ഗ്രഹം എൻ്റെ ഭാവി നിശ്ചയിക്കണമോ? ഗ്രഹത്തെ ഉണ്ടാക്കിയ ദൈവം എന്റെ ഭാവി നിശ്ചയിക്കണമോ? ദൈവമുണ്ടാക്കിയ നാൾ എന്റെ നന്മ തീരുമാനിക്കണമോ? നാളിനെ ഉണ്ടാക്കിയ ദൈവം എന്റെ നന്മ തീരുമാനിക്കണമോ? വിശ്വാസത്തിന്റെ അകത്തെ പ്രകാശം വർദ്ധിക്കട്ടെ. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം ഏത് നിലയിലും ആക്കാം. ദൈവം നമുക്ക് അതിനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്, നമുക്കുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ യഹോവ എന്നാകുന്നു അവന്റെ നാമം എന്ന വചനത്തിന് വ്യത്യാസമില്ല. എനിക്ക് പലതിനെയും ദൈവങ്ങളായി കാണാം, പല നാളുകളെയും എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യാം, എനിക്ക് അതിനെയൊക്കെ ആരാധിക്കാം, വിശ്വസിക്കാം, എന്തും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പക്ഷേ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ആ നാമത്തെ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ എനിക്ക് മാറ്റാം. എനിക്ക് വേണമെങ്കിൽ ദൈവത്തെ മാറ്റി വേറെ ഒന്നിനെ എടുക്കാം. ഓക്കെ, അതെന്റെ ഓപ്ഷനാണ്. കാരണം തെരഞ്ഞെടുക്കാമല്ലോ. മനുഷ്യൻ ഉൽപ്പത്തി മുതൽ കർത്താവ് തന്നേക്കുന്ന ഒരു ഇതാണ്, തെരഞ്ഞെടുക്കാമല്ലോ. പക്ഷെ ഒരു കാര്യം, ഞാൻ ദൈവത്തെ മാറ്റി എന്ന് പറഞ്ഞ് ദൈവം അല്ലാതാകുന്നില്ല. അതാണ് കാര്യം. ഞാൻ ദൈവത്തെ മാറ്റി എന്ന് പറഞ്ഞ് ദൈവം അല്ലാതാകുന്നില്ല. ഞാൻ ദൈവത്തെ മാറ്റി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൈവത്വം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് വരണമെന്നില്ല. കാരണം എന്താന്ന് നോക്കിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് വന്നേ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക്. നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ഉൽപ്പത്തി മുതൽ നമ്മളോട് ദൈവം പറയുന്നതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം
1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നേ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നേ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, നിനക്ക് പ്രകാശമുള്ള എവിടെയെങ്കിലും പോയി പരിവർത്തിക്കാൻ പാടില്ലായിരുന്നു? എന്റെ ചോദ്യം ഇതാണ്. നമ്മൾ ഇരുട്ട് കണ്ടാൽ എവിടെ പ്രകാശമുണ്ട് എന്ന് തേടി നമ്മൾ പോവോ ഇല്ലയോ? പോവും. പക്ഷേ ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. The earth was without form and void, and darkness was over the face of the deep, and the Spirit of God was hovering over the face of the waters. Hovering the face of the waters. Hovering, പൊരുന്നിരിക്കുക, ആ ഇരുട്ടിന്റെ മുകളിൽ വിരിച്ചു പിടിച്ച് ഇരിക്കുക. It will take some time. It might be take some time. കുറച്ച് ഇരുന്നു. എത്ര സമയം ഇരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. വചനം ഇത്രേ പറയുന്നുള്ളൂ, അതിന്റെ മുകളിൽ ഇരുന്നു. ഹോവർ ചെയ്തു, പൊരുന്നിരുന്നു. കോഴി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് പോലെ ലേശവും വെളിച്ചം കാണിക്കാതെ, ലേശവും പുറത്ത് കിടക്കാതെ, എല്ലാം കൂടെ കാലുകൊണ്ട് ചിക്കി അടുപ്പിച്ച് അതിന്റെ വയറിനകത്തേക്ക് ആക്കി ചിറകുകൊണ്ട് മറഞ്ഞിരിക്കുന്നത് പോലെ the Spirit of God was hovering the face of the earth. Hey, ഇന്ന് എന്നെ നോക്കി ആരൊക്കെയോ പറയുന്നു, പാസ്റ്റർ, എന്റെ ജീവിതമാണ് ഈ വായിക്കുന്നത്, അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അന്ധകാര ശക്തികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, അന്ധകാര ശക്തികൾ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ തലമുറകളിലേക്കും അത് വ്യാപരിക്കുന്നു. ആദ്യം എനിക്ക് തുടങ്ങിയത് എന്റെ മക്കളിലേക്ക് കൈമാറി, എന്റെ മക്കൾക്ക് തുടങ്ങിയത് അവരുടെ മക്കളിലേക്ക് കൈമാറി, ഞാൻ അനുഭവിച്ചത് തന്നെ എന്റെ മക്കളും അനുഭവിക്കുന്നു, എന്റെ ഭർത്താവ് അനുഭവിച്ചത് തന്നെ ഇപ്പൊ ഞാനും അനുഭവിക്കുന്നു, തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ എനിക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രവചനാത്മാവിൽ കൈമാറാനുള്ളത് ഇരുട്ടുള്ളതിനെ എടുത്ത് കർത്താവിന്റെ കൈകീഴിൽ കൊടുക്കുക. അത് ഫാമിലി ആകട്ടെ, അത് ചിന്തയാകട്ടെ, വിശ്വാസമാകട്ടെ, മനസ്സാകട്ടെ, ഭാവിയാകട്ടെ, എടുത്ത് കർത്താവിന്റെ കൈ കൊടുക്കുക. The Spirit of God was hovering the face of the earth. ഈ എർത്തിന്റെ മുകളിലിരുന്ന ദൈവത്തിന്റെ ആത്മാവ് എന്റെ മുകളിൽ എന്ന് വന്നോ അന്ന് ഞാൻ പ്രകാശമായി മാറി. നിങ്ങൾ ഈ കാണുന്ന ആളല്ല, ആയിരുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന ആളായിരുന്നില്ല. രൂപം വേറെയാണ്, സ്വഭാവം വേറെയാണ്, സംസാരം വേറെയാണ്, എല്ലാം വേറെയാണ്. സ്തോത്രം. പക്ഷേ the Spirit of God was hovering the face of earth എന്ന് വായിച്ചതുപോലെ ആ ഹോവറിംഗ് എന്റെ മുകളിൽ എന്ന് പരിശുദ്ധാത്മാവ് നൽകിയോ അന്ന് മുതൽ പ്രകാശം എന്നിലേക്കാകാൻ തുടങ്ങി. ഇരുട്ട് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നില്ലേ മിസ്റ്റർ ദീപു കൃഷ്ണ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ശ്രമിക്കുന്നുണ്ട്, മരണം വരെയും ശ്രമിക്കും. നിങ്ങൾ പോരാട്ടമില്ലാത്ത ക്രിസ്തീയ ജീവിതം പ്രതീക്ഷിച്ചാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. പരീക്ഷണങ്ങളില്ലാത്ത ക്രിസ്തീയ ജീവിതം പ്രതീക്ഷിച്ചാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. പ്രതിസന്ധികളില്ലാത്ത ക്രിസ്തീയ ജീവിതം പ്രതീക്ഷിച്ചാൻ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, the Spirit of God was hovering the face of the earth. ഭൂമിയുടെ മുകളിൽ പൊരുന്നിരുന്നത് പോലെ, അന്ധകാരമായിരുന്ന ഭൂമിയുടെ മുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നത് പോലെ, എപ്പോൾ ഇരുട്ടുള്ള ഒരുവന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുന്നുവോ ആ സെക്കൻഡ് മുതൽ അവൻ പ്രകാശമുള്ളൊരു വ്യക്തിയായി തീരും. അതാ പറയുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എപ്പോഴാണെന്നറിയാമോ? ഇരുട്ട് വ്യാപരിച്ചിരുന്ന കാലഘട്ടത്തിൽ. പിന്നെ വചനം ആ വാക്ക് പറയുന്നേയില്ല. ഭൂമി പാഴായെന്നോ ശൂന്യമായിരുന്നെന്നോ ദൈവത്തിന്റെ ആത്മാവ് ഇരുന്ന സമയത്ത് ഫലവത്തായിരുന്നു, എഴുന്നേറ്റ് പോയപ്പോ അത് വീണ്ടും പഴയതിനേക്കാൾ കേവലം കെട്ട അവസ്ഥയിലായിരുന്നു. ഒന്നും വചനം പറയുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഇരിക്കാൻ അനുവദിച്ചിട്ടുള്ളവരുടെ ചരിത്രവും ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളവന്റെയും ചരിത്രം ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നവന്റെയും ചരിത്രം ഇത് തന്നെയാണ്. ഇത് തന്നെയാകും, ഇത് തന്നെ നാളെയും സംഭവിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിന്റെ കീഴിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്ക്. അവൻ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ പോകുന്നു.
ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ അനുവദിക്കുക. അപ്പോ ഇരുട്ടിന്റെ മുകളിൽ പ്രകാശം വന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ആ തലമുറയിലേക്ക് നോക്കിയപ്പോൾ, പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവരുന്ന ആ തലമുറയിലേക്ക് കർത്താവ് നോക്കിയപ്പോൾ വേറെ പട്ടണങ്ങളിലൊന്നും കാണാത്തൊരു വിശ്വാസം ഈ പട്ടണത്തിലുള്ള ഒത്തിരി എണ്ണത്തിന്റെ ഇടയിൽ ചിലതിന്റെ ഉള്ളത്തിൽ കത്തി. ആ വിശ്വാസത്തിൽ കണ്ട വെളിച്ചമാണ് യേശു പക്ഷപാതക്കാരനോട്, നീ എവിടെ പോയാടാ പാപം ചെയ്തേ? നിനക്ക് എന്താണ് ഇങ്ങനെ വന്നേ? നിനക്ക് അങ്ങനെ തന്നെ വേണോടാ? എത്ര വർഷം തുടങ്ങിയ പാപമാടാ? ഇവിടെ ഒന്നും കുത്തി കിഴിച്ച് ചോദിച്ചില്ല. എന്റെ കർത്താവിന്റെ മുമ്പിൽ അവൻ അനങ്ങാൻ കഴിയാതെ അവൻ പാരാലിറ്റിക് ആയിട്ട് കിടക്കുമ്പോ എന്റെ കർത്താവ് അവന്റെ ഭാവി കാര്യങ്ങൾ, അവന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ ചെകഞ്ഞില്ല, അവന്റെ കഴിഞ്ഞകാല പ്രവർത്തികളെ വിധിച്ചില്ല, അവനെ ആക്ഷേപിച്ചില്ല, കളിയാക്കിയില്ല, അവനെ രൂക്ഷമായി നോക്കിയില്ല. പിന്നെയോ കൊണ്ടുവന്ന ചിലതിന്റെ വിശ്വാസത്തിലെ പ്രകാശത്തെ കാരണം, അകത്തെ പ്രകാശം കാരണം ഈ എഴുന്നേക്കാൻ മേലാത്തവനോട് പറഞ്ഞു, മോനെ നിന്റെ പാപങ്ങൾ, ടേക്ക് യുവർ ഹേർട്ട് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. ടേക്ക് ദി ഹേർട്ട് ടു ബി കറേജിയസ്, അതാണ് അതിന്റെ മീനിങ്. ധൈര്യമായിട്ടിരിക്കും മോനെ, ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് ദൈവാത്മാവ് ആരോട് ഇത് പറയാൻ പറയുക? ടേക്ക് യുവർ ഹേർട്ട് അല്ലെങ്കിൽ ടേക്ക് ദി ഹേർട്ട്, ഇങ്ങനെയാണ് അതിന് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ധൈര്യമായിട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക, പേടിക്കാതിരിക്കുക. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ അറിയുന്ന കാലഘട്ടത്തിന് മുൻപേ ഒത്തിരി പാതകങ്ങൾ ചെയ്തു പോയൊരു വ്യക്തിയായിരിക്കാം, ഒത്തിരി ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയൊരു വ്യക്തിയായിരിക്കാം, നടക്കാൻ പാടില്ലാത്ത വഴി നടന്നുപോയ വ്യക്തിയായിരിക്കാം, ചെയ്യാൻ പാടില്ലാത്തത്, കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, സംസാരിക്കാൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്ന കർത്താവ് അവന്റെ ബയോഡേറ്റ മുഴുവൻ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അവിടെ മറക്കുക ദൈവം, ആ സെക്കൻഡ് മറക്കുക. കാരണം ഒരുവൻ പ്രകാശത്തിലേക്ക് വന്നുവല്ലോ, എന്റെ ദൈവം അത്രയും നോക്കുന്നുള്ളൂ. നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയൊരു വ്യക്തിയാണോ? നിങ്ങൾ ഈ വചനം സ്വീകരിക്കണം. അവന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചോദിക്കുന്നില്ലെന്നേ. നീ എന്താടാ പാരാലിറ്റിക്കായേ? നിനക്ക് എങ്ങനെയാടാ ഈ പാരാലിസിസ് സംഭവിച്ചേ? നീ ഈ പാപം ചെയ്തോടാ, അങ്ങനെ ചെയ്തോടാ, ഇങ്ങനെ ചെയ്തോടാ ഒന്നും ചോദിച്ചില്ല. പിന്നെയോ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഞാനൊരു ദൈവാലോചന നിങ്ങളോട് പറയട്ടെ. ദൈവം പാപം മോചിച്ച് തന്നിട്ട് ഒരു പുതിയ ജീവിതമാണ് നമുക്ക് കിട്ടുന്നെന്നുണ്ടെങ്കിൽ കണ്ണുകടിക്കാർക്ക് യാതൊരു പഞ്ഞവും കാണത്തില്ല. നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത ദേശത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു കാര്യം ദൈവം ചെയ്താൽ കണ്ണുകടിക്കാർക്ക് യാതൊരു പഞ്ഞവും കാണത്തില്ല. അനുഭവിക്കുന്നവർ മാത്രം ഒന്ന് കൈകൾ ഉയർത്തി. അസൂയ ഉള്ളവർക്ക്, കുത്തുവാക്ക് പറയുന്നവർക്ക്, ഏറ് കണ്ണിട്ട് നോക്കുന്നവർക്ക്, അപവാദം പറയുന്നവർക്ക്, കുപ്രചരണം നടത്തുന്നവർക്ക്, നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് യാതൊരു പഞ്ഞവും കാണത്തില്ല. കാരണം ദൈവം ജീവിതം മാറ്റിയല്ലോ, ദൈവം പുതിയൊരു കൃപ തന്നല്ലോ, ദൈവം അഭിഷേകം തന്നല്ലോ. ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യനെ, ഈ പാരാലിറ്റിക് ആയിട്ട് കിടക്കുന്ന മനുഷ്യനെ, മോനെ നിന്റെ പക്ഷപാതമൊക്കെ സൗഖ്യമായടാ, നീ എഴുന്നേറ്റ് കിടക്ക എടുത്തോണ്ട് നീ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആദ്യം എവിടെ സാക്ഷിയാവേണ്ടേ? ഇവൻ വീട്ടിലാ സാക്ഷിയാവേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞ വീട്ടിലോട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ ധേണ്ടടാ, അവിടെ ചില ആൾക്കാർ നാവെടുത്ത് വളയ്ക്കുന്ന എന്താന്ന് കേട്ടെ. മൂന്നാമത്തെ വാക്യം നോക്കി. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 9:3. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? കണ്ടോ, നമ്മുടെ ദോഷങ്ങളെ മാറ്റിയിട്ട് നീ പോയി ജീവിച്ചോടാ മോനെ, നീ പോയി സന്തോഷിച്ചോടാ മോനെ, നീ നിന്റെ അപ്പനും അമ്മയ്ക്കും ഒരു താങ്ങും തണലും ആയിക്കോടാ, നീ ഫലം കായ്ക്കടാ, നീ ബിസിനസ് ചെയ്യടാ, നീ നന്നാകടാ, നീ 10 പേരെ സഹായിക്കടാ, നീ ദൈവവചനം പ്രസംഗിക്കടാ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കി തന്ന് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്ത് വിടുമ്പോ ശാസ്ത്രിമാരായിട്ടുള്ളവർ, പരീശന്മാരായിട്ടുള്ളവർ, ജ്ഞാനികൾ, ശകുനവാദികൾ എല്ലാം കൂടെ ചാടിപ്പൊങ്ങി എഴുന്നേറ്റ് ഇവൻ ദൈവദൂഷണം പറയുന്നു.
ഇവന് പാപം മോചിക്കാനൊന്നും പറ്റത്തില്ല. ഈ ചെക്കന്റെ ജീവിതം പഴയതുപോലെ തന്നെ. ഇവൻ വീണ്ടും തളരാൻ പോവുക. ഇപ്പൊ ഇച്ചിരി ഒന്ന് എഴുന്നേറ്റാൽ ഇവൻ വീണ്ടും അവിടെ വരെ പോകുമ്പോൾ ഇവൻ വീഴും. ഇതിപ്പോഴത്തെ ഒരു മട്ടിലെടുത്ത് ചാടിയതാണ്. ഇവൻ വീണ്ടും വീഴും. ഇവൻ സൗഖ്യമാവുന്നില്ല. അങ്ങനെ മനുഷ്യനൊന്നും പാപം മോചിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അത്ഭുത രോഗസൗഖ്യമൊന്നും ഇല്ല. ഇതൊക്കെ പാസ്റ്റർമാരുടെ പ്രസംഗം മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രവചനമൊന്നുമില്ല. ഇതൊക്കെ അവന്റെ ഉള്ളിൽ വരുന്നതൊക്കെ അവൻ വിളിച്ചു പറയുന്നതാണ്. അങ്ങനെ ദൈവപ്രവൃത്തിയൊന്നുമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഭൂമി നടക്കൂ എന്നിത്യാദി നമ്മുടെ ബുദ്ധി മനസാക്ഷിയെ പോലും തുളച്ചു ചെല്ലുന്ന ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് എഴുന്നേക്കും. ഞാൻ അതാ പറഞ്ഞേ, കഴിക്കാൻ ഒരു ബിസ്ക്കറ്റ് ഇല്ലെങ്കിലും കുടിക്കാൻ ഉരുട്ടി വെള്ളമില്ലാത്ത ഭൂമിയിലാണെങ്കിലും കണ്ണുകടിക്കാരനും അസൂയക്കാരനും ഏഷണി പറയുന്നവനും നുണ പറയുന്നവനും കൂട്ടിത്തല്ലുകാരനും ഒരു പഞ്ഞവും കാണത്തില്ല. അതാണ് ഭൂമി. അതിന്റെ മധ്യത്തിൽ യേശു ഗ്രഹിച്ചു. മോളെ എന്നെ ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ഇന്ന് വേണ്ട എന്താണെന്നറിയാമോ? നമുക്ക് ഇന്ന് വേണ്ടത് അകത്ത് വെളിച്ചമാണ്. യേശുവിനുണ്ടായിരുന്ന കാര്യമായിരുന്നു അത്, അകത്ത് വെളിച്ചം. കർത്താവ് പോയി അവിടെ ചൊറിഞ്ഞേച്ച് നിങ്ങൾ എന്തെങ്കിലും ഉള്ളി ചിന്തിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയല്ല ചെയ്തേ. അവൻ ഉള്ളി നിരൂപിച്ചപ്പോൾ അത് യേശുവിന്റെ പ്രവൃത്തിക്കെതിരാണെന്ന്, അത് യേശുവിന്റെ മിനിസ്ട്രിക്കെതിരാണെന്ന്, അത് ആ സാധു മനുഷ്യന്റെ സൗഖ്യത്തിനെതിരാണെന്ന്, അതവന്റെ കാലവും ജീവിതവും മാറാൻ എതിരായിട്ടുള്ളതാണ് അവർ നിരൂപിച്ചെന്നറിഞ്ഞപ്പോ അവർക്ക് നേരെ ചോദിച്ച് അതിനെ ശാസിച്ച ഒരു ദിവ്യ കൃപയും ദിവ്യ പ്രകാശവും എന്റെ യേശുവിൽ വാണതുപോലെ ഇന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മേൽ സ്വർഗം അത് പകരട്ടെ. ആമേൻ. അങ്ങനെ ഒരു പ്രകാശം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരട്ടെ. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അങ്ങനെ ഒരു പ്രകാശം വേണ്ടേ മോനെ? അങ്ങനെ ഒരു പ്രകാശം ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്നാന്നറിയാമോ? നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് ചമഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന് നിന്റെ കഴുത്തിൽ കുരുക്കിട്ടാലും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. ഹല്ലേലൂയ. യേശുവിന്റെ മിനിസ്ട്രിക്ക് നേരെ ഒത്തിരിയും പേരിങ്ങനെ ഉള്ളത്തിൽ പലതും ചിന്തിച്ചു. ഈ നമ്മുടെ മുഖത്ത് നോക്കി ഹീന്ന് ഇളിച്ചോണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മളോട് വലിയ സ്നേഹമല്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഒക്കെ അവർ നമ്മൾ പറയുന്ന കേട്ടില്ലെങ്കിൽ പോലും തല ഇങ്ങനെയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അവരുള്ളിൽ പലതും കെട്ടുക, അവരുള്ളിൽ പലതും ചിന്തിക്കുക, അവരുള്ളിൽ പലതും കാണുക. ഹല്ലേലൂയ. കർത്താവ് ഒരുപാട് വാക്യം സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കി അയ്യോ ചാ എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ ഹീന്ന് വിളിച്ചിട്ട് അയ്യോ അമ്മാമേ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുക. അയ്യോ നമ്മളവർക്ക് നമ്മളോട് ഭയങ്കര സഹതാപം. ഈ സഹതാപ കഞ്ഞി മേടിക്കുന്ന പരിപാടി വെച്ച് കെട്ടണം. ആരുടെ സഹതാപം കൊണ്ട് ജീവിക്കണ്ട, ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിച്ചാൽ മതി. ആരുടെയും പ്രാർത്ഥന സഹതാപം കൊണ്ട് ജീവിക്കണ്ട, ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിച്ചാൽ മതി. നമ്മൾ പോയി 10 വിഷമം പറഞ്ഞു ഒരാളുടെ സഹതാപം കാണിച്ചെന്ന് പറഞ്ഞ് 1 മാസത്തെ ചെലവിന് അവര് നിങ്ങൾക്ക് തരുമോ? യേശു ആരുടെയെങ്കിലും സഹതാപം തേടിപ്പോയോ? പത്രോസ് ആരുടെയെങ്കിലും സഹതാപം തേടിപ്പോയോ? പൗലോസ് ആരുടെയെങ്കിലും സഹതാപം തേടിപ്പോയോ? എടോ ഈ വഞ്ചി ഒന്ന് വലിച്ച് കടലിലോട്ട് കേട്ടടോ എന്നൊരു വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ല അപ്പോസ്തലന്മാരുടെ വായിൽ നിന്ന്. അവര് തള്ളും, അവര് കർത്താവെ വിളിച്ചു തള്ളും, അവര് യേശുവിന്റെ രക്തം പറഞ്ഞു തള്ളും. നെഹമ്യാവ് ആലയം പണിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. സൻബല്ലത്തും തോബിയാവും ഗർശേമേരി എല്ലാരും കൂടെ വന്ന് ഇവരെ ആലയപ്പണിക്ക് തടസ്സത്തിൽ നിന്നു. അവരാരുടെയെങ്കിലും സഹതാപം തേടിപ്പോയോ? അവരൊരു സഹതാപം തേടിപ്പോയില്ല. അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതിനെ പ്രതി ഞങ്ങളുടെ വേലയ്ക്ക് മിനക്കേട് വരുത്തുന്നത് എന്തിനാ? ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടം വിട്ടു മാറിപ്പോ. ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ നിന്നു, ഒരു ആത്മീയ അധികാരത്തോടെ നിന്നു. വിളിച്ചതാരാന്നറിയാം, വേല ഏൽപ്പിച്ചതാരാന്നറിയാം, ചെയ്യുന്ന ആരുടെ വേലയാന്നറിയാം. നീ കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുമ്പോൾ, നീ ദൈവകൃപ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ, നീ അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ, നീ ആരാധനയിൽ നിൽക്കുമ്പോൾ, നീ ആത്മാവിൽ നിൽക്കുമ്പോൾ നിനക്ക് നേരെ പലരും എഴുന്നേൽക്കും. ചിലപ്പോൾ ജന്മം തന്നവർ പോലും നിനക്ക് നേരെ എഴുന്നേറ്റെന്ന് വരും. ഭയപ്പെടരുത്. ഭയപ്പെടരുത്. നിന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്, നിന്നെ വിളിച്ച ദൈവത്തിന്, നിന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവത്തിന്, നിന്നെ കണ്ട ദൈവത്തിന്, നീ പിണ്ടാകാരമായി ഇരുന്നപ്പോൾ നിന്നെ അറിഞ്ഞ ദൈവത്തിന് നിന്റെ സകല കാര്യങ്ങളെയും വ്യക്തമായിട്ട് അറിയാം.
ഭയപ്പെടരുത്. നെഹമ്യാവ് അതിനെ ശാസിച്ച് തള്ളിക്കളഞ്ഞതുപോലെ, യേശു അതിനെ മുന്നമേ അറിഞ്ഞ് അതിനെ ശാസിച്ച് തകർത്തതുപോലെ, ഹല്ലേലൂയ, നമ്മുടെ അകത്തൊരു പ്രകാശമാണ്. പുറത്ത് അന്ധകാരമാ. ഈ ഏഷണി എന്ന് പറയുന്നതും ഈ നുണപ്രചരണം എന്ന് പറയുന്നതും ഈ കുത്തുവാക്കെന്ന് പറയുന്നതും. പ്രൈസ് ഗാഡ്. മൈക്കെടുത്താലും പറയും പുള്ളി വണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയാലും പറയും പണ്ടത്തെ കാര്യം അറിയാവോ. കളയാ സാത്താന്റെ എല്ലാ ചിന്തകളെയും, കളയാ സാത്താന്റെ സ്വഭാവത്തെ, എന്നിട്ട് ആത്മാവിന്റെ വീര്യത്തിലോട്ട് കയറ്. നീ പ്രാർത്ഥിച്ച്, നീ ഉച്ചപ്പാടൊന്നും ഉണ്ടാക്കണ്ട. നീ വീട്ടിൽ മുട്ടു മടക്കിയാൽ നിന്റെ ദേശത്ത് ചലിക്കുന്ന അന്ധകാര ശക്തികൾ ഇളകി മാറുന്നതിന് നീ പ്രാർത്ഥിക്കേണ്ട കുഞ്ഞെ. പ്രാർത്ഥന മനസ്സിൽ കൊണ്ട് നീ മുട്ടു മടക്കിയാ മതി. അങ്ങനൊരു സ്ഥലമുണ്ട്. യേശു ഗെരസേന്യ ദേശത്ത് കാല് കുത്തിയതേ ഉള്ളൂ. നമ്മൾ 3 ദിവസം ഉപവസിച്ചിട്ട് പിശാച് മുട്ടുമടക്കുന്നില്ല. 21 ദിവസം ഇരുന്നിട്ട് സാത്താന് ചലനമില്ല. പക്ഷെ യേശു ആ പട്ടണത്തിൽ ചെന്ന് കാല് കുത്തിയതും ലഗ്യോനെന്നൊന്നും വിളിച്ചില്ല. യേശു അവനെ വിട്ട് മാറ് പറഞ്ഞില്ല. അവന്റെ കാല് കുത്തിയതും. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. യേശുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസൻസ്. ഓ മൈ ഗോഡ്. യേശുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രസൻസ്. ഈ പ്രസൻസ് ഇപ്പൊ എവിടെയാ? ഈ പ്രസൻസ് ഇപ്പൊ യേശു സഞ്ചരിക്കുന്ന വഞ്ചിയില, അല്ലെ പടകില. ഈ പ്രസൻസും കൊണ്ട് ലഗ്യോൻ ഇരിക്കുന്ന ദേശം എന്താ? ഇരുട്ടടഞ്ഞ ദേശമാ. യേശു വന്ന് കാല് കുത്തിയത് എന്താ? പെട്രോൾ ഒഴിച്ചെടുത്ത് തീക്കൊള്ളി വീണതുപോലെ ഇരിക്കും. യേശു വന്ന് കാല് വെച്ചത് പെട്രോളിന്റെ മേലാന്ന് പറയുന്നത് പോലെ. കാരണം എന്താ? ഭുമ്മെന്നൊരു കത്തിയപ്പോ എവിടെയോ ഇരുന്ന് തല്ലിച്ചതച്ചുകൊണ്ടിരുന്ന ആ ലഗ്യോൻ ഓടി വന്ന് മുൻപിൽ മുട്ടുകുത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി? മുട്ടുകുത്തി എന്ന് പറയുമ്പോ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന പ്രകാശം. ഞാൻ അങ്ങനെ ആ ഒരു വാക്കിലങ്ങ് നിർത്തുക കേട്ടോ. ഞാൻ അതിനെ വലിയ വാക്കുകളൊന്നും ഉദ്ധരിക്കുന്നില്ല. പ്രകാശം. യേശുവിന്റെ മേലുണ്ടായിരുന്ന പ്രകാശം. ഈ പ്രകാശത്തിലേക്ക് നോക്കാൻ ആ ദുരാത്മാവിന് കഴിയാത്തതോടെ ഓടി വന്ന് മുട്ടുകുത്തി പറയുന്നത്, നീ സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു. ചില സ്പിരിറ്റൊക്കെ നിന്റെ ജീവിതത്തിൽ ഒരു ഡെഡ് പീരീഡ്, ഒരു ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. നിന്റെ ലൈഫിൽ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞേ പോകൂ, ഇത്രയും കൂടെ മുടിച്ചേ പോകൂ, ഇത്രയും കൂടെ ചെയ്തേ പോകൂ, ഇത്രയും കൂടെ കാലം ജീവിച്ചേ പോകൂ. ഹേയ്, എന്റെ കർത്താവ് നിന്റെ ഭവനത്തിൽ കാല് കുത്തിയാൽ ആ സെക്കൻഡിൽ സമയത്തിനു മുൻപേ, അവനിട്ട സമയത്തിനു മുൻപേ, അവൻ നിനക്കിട്ട സമയത്തിനു മുൻപേ ചിലതൊക്കെ നിന്നെയും നിന്റെ ഭാവിയെയും നിന്റെ ജീവിതത്തെയും തലമുറകളെയും വിട്ടവൻ മാറിപ്പോകും. കുറച്ചു കാലം കൂടെ ആ പാവപ്പെട്ട പയ്യനെ ചതയ്ക്കാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കൂടെ അവനെ ചങ്ങലക്കിടാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കൂടെ അവനെ ബന്ധിക്കാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കൂടെ അവനെ ചോര ഒലിപ്പിക്കാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കൂടെ നാട്ടുകാർ അവനെ ഭ്രാന്തനെന്ന് വിളിപ്പിക്കാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കൂടെ ശപിക്കപ്പെട്ടവനെന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഹേ, എന്റെ കർത്താവ് ഇന്നൊന്ന് തീരുമാനിച്ചാൽ തിരുത്താവുന്നതേ ഉള്ളൂ എന്റെ ചരിത്രം. അവൻ എന്നെ കാണാൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്റെ ചരിത്രം തിരുത്താൻ, എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പൈശാചിക കണ്ണുകൾക്ക് ദുഷ്ടനിട്ട പിരീഡുകളെ കട്ട് ചെയ്യാൻ അവൻ ഇന്ന് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? വന്നിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവർ പ്രതികരിക്കാൻ തയ്യാറാണോ? അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സമയവും കാലവും തീരുമാനിക്കേണ്ടത് ദുരാത്മാവല്ല, ദുർശക്തികളല്ല. സമയവും കാലവും എനിക്ക് തീരുമാനിക്കാൻ ഒരു നല്ല നായകനുണ്ട്. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം നിർത്താൻ പോവാണ്. അകത്തെ പ്രകാശം കൊണ്ട് പുറത്തെ അന്ധകാരം. അകത്തെ പ്രകാശം കൊണ്ടാണ് യേശു പുറത്ത് അന്ധകാരത്തിനകത്ത് പിടിക്കപ്പെട്ട ലഗ്യോൻ ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കിയത്.
അകത്തെ പ്രകാശം കൊണ്ടാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യവും നോക്കി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. ഞാൻ 13 മുതൽ വായിക്കാം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമെ ക്ഷയിക്കും, വാക്കുകൾ കൊണ്ട് ക്ഷയിക്കും, പ്രവൃത്തികൾ കൊണ്ട് ക്ഷയിക്കും, യാത്രകൾ കൊണ്ട് ക്ഷയിക്കും, പ്രവർത്തനങ്ങൾ കൊണ്ട് ക്ഷയിക്കും, പരിശ്രമങ്ങൾ കൊണ്ട് ക്ഷയിക്കും, വിശ്വാസം കൊണ്ട് ക്ഷയിക്കും, പ്രാർത്ഥിച്ച് ക്ഷയിക്കും. കാരണം പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലല്ലോ എന്ന ചിന്ത നിന്നെ ക്ഷയിപ്പിക്കും. പക്ഷേ പൗലോസ് പറയുന്നു അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് എന്നെ ഈ മീറ്റിംഗിൽ കാണുന്ന ദൈവമക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ ലോകത്തിൽ എന്തിനെ ജയിക്കണമെങ്കിലും പ്രാഗൽഭ്യം കൊണ്ട് കഴിയത്തില്ല, ആരോഗ്യം കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള ജീവിതത്തിൽ മാത്രമേ നിനക്ക് ആത്മീയ ജീവിതത്തിലാണെങ്കിലും നിന്റെ കുടുംബ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും കഴിയത്തുള്ളൂ. സഹോദര, ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയട്ടെ, എൻ്റെ വിശ്വാസം ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതോടുകൂടെ കുറയുമല്ല, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം കഴിവുള്ളവരുടെ ജീവിതത്തിൽ, സമ്പന്നരുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസമുള്ളവരുടെ ജീവിതത്തിൽ, പ്രാഗൽഭ്യമുള്ളവരുടെ ജീവിതത്തിൽ, പദവിയുള്ളവരുടെ ജീവിതത്തിൽ സാത്താൻ വികൃതമാക്കിയിട്ടിരിക്കുന്നതിനെ അവരുടെ വിദ്യാഭ്യാസത്തിനോ സമ്പത്തിനോ ബന്ധങ്ങൾക്കോ പരിശ്രമങ്ങൾക്കോ അവരുടെ കാലപ്പഴക്കത്തിനോ ഒന്നും തന്നെ എടുത്തു മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻ്റെ കർത്താവിനു മാത്രം ഇറങ്ങാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയതാണ് അവരുടെ ജീവിതത്തിലെ പ്രകാശം. അതുകൊണ്ട് ഞങ്ങൾ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ച് അതൊരു അന്ധകാര മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലം ഇന്ന് തകരാൻ പോവുക. നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച്, നിങ്ങളുടെ തന്നെ ഫ്യൂച്ചർ സംബന്ധിച്ച്, നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് എല്ലാം ഈ നിലകളിലുള്ള അവസ്ഥകളിലാണെങ്കിൽ കർത്താവ് ഇന്ന് അതിനെല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവാം. മോനെ നീ വിശ്വസിക്കുന്നോ? നിന്റെ ജീവിതം മാറും. എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഒന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്നു. മക്കളെ, നമ്മൾ ദൈവത്തിന് ലാൻഡ്മാർക്ക് വരയ്ക്കാൻ പോവരുത്. നമ്മൾ ദൈവത്തിന് ടൈം ഇടാൻ പോവല്ല. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, നീ പ്രവർത്തിച്ചോണം, ചെയ്യരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളൊന്നും അല്ല. നമ്മൾ ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്ന ക്രിയേഷൻസ് ആണ് നമ്മൾ. ദൈവം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു സത്യം നിങ്ങൾ അറിയണം, ദൈവം എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ദൈവം താങ്കളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ദൈവം താങ്കളെ റെസ്പെക്റ്റ് ചെയ്യാതെ താങ്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ വെക്കുവോ? ദൈവം താങ്കൾക്ക് വില തരാതെ താങ്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ വെക്കും. നമ്മൾ ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിചാരമല്ലേ? എന്നാൽ തിരിച്ചൊരു കാര്യമുണ്ട്, ദൈവം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മുടെ ഇന്റൻഷൻ നോക്കുന്നു. ദൈവം നമ്മുടെ മോട്ടീവ് എന്താണെന്നുള്ളത് നോക്കുന്നു. ദൈവം നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നു. ദൈവം നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ആ ഒരു ഉള്ളം, നമുക്കും ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യം ദൈവം മനസ്സിലാക്കുന്നു. ദൈവം ഒരിടത്ത് ഇന്ററപ്റ്റ് ചെയ്ത് ഒന്നും ചെയ്യുന്നൊരു ദൈവമല്ല. ദൈവം വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നമുക്ക് അവകാശം തരികയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. തിരിച്ച് നമ്മളും ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
അതുകൊണ്ട് ഒരു കാര്യം പറയാം, നമ്മുടെ ലൈഫിൽ ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു മേക്കപ്പ് സെറ്റ് വാങ്ങിയാൽ നമുക്ക് നമ്മുടെ പുറത്തെ മനുഷ്യനെ സൗന്ദര്യമുള്ളവനാക്കാം. നമുക്കൊരു മേക്കപ്പ് സെറ്റിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അകത്തെ മനുഷ്യൻ സൗന്ദര്യമുള്ളവനാകണമെന്നുണ്ടെങ്കിൽ നീ ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ടാക്കുന്ന ഒരു മേക്കപ്പ് കമ്പനി തന്നെ തുടങ്ങിയാലും നമുക്കതിന് സാധിക്കത്തില്ല. ദൈവത്തോട് കൂടെ ഉള്ള ജീവിതം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു ജീവിതം, സറണ്ടർ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം, ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ജീവിതം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ പ്രസംഗം ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ആരാന്നറിയാമോ? ജാതികളല്ല, ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളാണ് കേൾക്കേണ്ടത്. ജാതികൾക്കുള്ള ദൈവഭയവും ഭക്തിയും പോലും ഇല്ലാതായി പോകുന്നു ക്രിസ്തീയ ഗോളത്തിലുള്ളവർക്ക്. ജാതികളിലുള്ളവർക്ക് പോലും ഉള്ള അനുസരണവും ഭയഭക്തിയും ഇല്ലാതായി പോകുന്നു ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക്. ഒരാൾ പ്രവചിച്ചാൽ ജീവിതം മാറും എന്ന് വിശ്വസിക്കുന്ന ഒരു അധപ്പതനത്തിലേക്ക്, എന്നാൽ പ്രവാചകൻ പറയുന്ന നിലകളിലുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ ഇങ്ങനെ ആകണം എന്ന ചിന്ത അവർക്കില്ലാതെ ഒരാൾ വിചാരിച്ചാൽ എല്ലാം നടക്കും എന്നുള്ള ഒരു നിലകളിലേക്ക് വിശ്വാസം അധപ്പതിച്ചു പോയിരിക്കുന്നു. അകത്തെ പ്രകാശം കൊണ്ട് ഈ പുറത്തെ അന്ധകാരത്തെ ശാസിക്കുക. അകത്തെ മനുഷ്യന്റെ പ്രകാശം കൊണ്ട് ഈ ബുദ്ധിക്കകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ ശാസിക്കുക, കത്തിച്ചു കളയുക. അകത്തെ പ്രകാശം തീയായി മാറട്ടെ. അതാ പൗലോസിന്റെ കൂട്ടത്തിൽ വന്നപ്പോൾ പറയുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവര് കർത്താവിന്റെ ശരീരവും രക്തവും ബ്രെഡും വൈനും അവരെടുത്ത് വെച്ചേച്ച് ആഹാരം കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കുക. ഒരു കൂട്ടർ വരുന്നതിന് മുന്നേ മറ്റൊരു കൂട്ടർ കഴിക്കുന്നു, കഴിച്ച് വയറ് വീർപ്പിച്ചിരിക്കുന്നു, മറ്റൊരു കൂട്ടർ വരുമ്പോൾ വിശന്നിരിക്കുന്നു. അങ്ങനെ ആ സഭയ്ക്കകത്ത് ആകെ തർക്കമുണ്ടായി. അപ്പൊ പൗലോസ് വന്നിട്ട് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പൗലോസ് ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് ലേഖനം, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങള് കർത്താവിന്റെ ശരീര രക്തത്തെ ഭക്ഷിക്കേണ്ടതിന് പകരം ഇതിനെ നിങ്ങൾ ആഹാരമായി കണ്ട് ഒരു കൂട്ടർക്ക് കിട്ടുന്നു, മറ്റൊരു കൂട്ടർക്ക് കിട്ടുന്നില്ല. നിങ്ങൾ വിശപ്പടക്കാനുള്ള കാര്യമാക്കി മാറ്റുവാണോ ഇതിനെ? നോക്കിയേ, അവരുടെ പ്രകാശം എവിടെ ഇരിക്കുന്നു? പൗലോസിന്റെ പ്രകാശം എവിടെ ഇരിക്കുന്നു? കൊരിന്ത് സഭയിൽ നടന്ന കാര്യം ഇത്. ഇപ്പൊ ആഹാരം വയറിനുള്ളതാണ്. നിങ്ങളത് കഴിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത് കഴിക്കും. ഒരു ഷെയറിംഗ് മെന്റാലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പൗലോസ് എവിടുന്ന് കൊണ്ടുവന്നു? പൗലോസിന്റെ അകത്തെ പ്രകാശത്തിൽ നിന്നാണ് ആ ഒരു ക്യാരക്ടർ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. നിന്റെ അകത്ത് പ്രകാശമുണ്ടെങ്കിൽ നിന്റെ ലൈഫിൽ പല കാര്യങ്ങളും നിനക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ, നിന്റെ അകത്ത് പ്രകാശമുണ്ടെങ്കിൽ നിന്റെ ഫാമിലിയിൽ പല കാര്യങ്ങൾ നിനക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിന്റെ അകത്തൊരു പ്രകാശം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ദൈവസഹായത്തോടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഉപവസിച്ച് ദൈവത്തെ പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ഒച്ചത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അകത്ത് പ്രകാശം, ഞാൻ ഏറ്റവും കൂടുതൽ ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണേ, അതോടെ പറയാം. എന്നാൽ അകത്ത് പ്രകാശമുള്ള ഒരു വ്യക്തി അവൻ ഇത് പഠിക്കും. എന്താണെന്നറിയാമോ? വായി തുറക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തടുത്തും സൈലന്റായി നിന്നുകൊണ്ട് പടവെട്ടാനുള്ള ഒരു ആത്മീയ അധികാരം. ഇതല്ലേ പൗലോസ് ലക്ഷണവിദ്യ പറയുന്നവരുടെ മുമ്പിൽ ചെയ്തത്? വാ തുറന്നില്ല, കണ്ണുകൊണ്ട് നോക്കി. അങ്ങനൊരു പ്രകാശം കർത്താവ് നമുക്ക് തരട്ടെ. നമ്മുടെ ദേശത്തിൽ അങ്ങനെ ഒരു പ്രകാശത്തിൽ ഇറങ്ങാൻ, നമ്മുടെ പട്ടണത്തിലേക്ക് അങ്ങനെ ഒരു പ്രകാശത്തിൽ ഇറങ്ങാൻ, നമ്മുടെ ഭവനത്തിൽ അങ്ങനെ ഒരു പ്രകാശമുള്ളവരായി മാറാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. ആമേൻ, ആമേൻ. The spirit of the God was hovering the face of the earth. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അതിന് റൂഹ എന്നാണ് പറയുന്നത്. റൂഹ എന്നാണ് അതിന്റെ പറയുന്നത്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത്. ആ റൂഹ void and
ഫോംലെസ് ആയിട്ടുള്ള ഭൂമിയിൽ. ദി എർത്ത് വാസ് വിത്തൗട്ട് ഫോം ആൻഡ് വോയിഡ് ആൻഡ് darkness was over the face of deep, and the Spirit of God was hovering over the face of the waters. The Spirit of the God was hovering over the face of the water. അന്ധകാരത്തിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ആത്മാവ് ഹോവർ ചെയ്ത പോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഹോവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, നിന്റെ ജീവിതത്തിന്മേൽ, നിന്റെ ഭാവിയുടെ മേൽ ഇന്ന് ഹോവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സമർപ്പിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ഈ സെക്കൻഡിൽ വരട്ടെ. ഞാൻ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളിൽ വിശ്വാസമുള്ളവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ അകത്ത് ഇന്നൊരു വെളിച്ചമുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഈ വെളിച്ചം നിന്നെ സൗഖ്യമാക്കും, ഈ വെളിച്ചം നിന്നെ ആളുമാറിയവനാക്കും, ഈ വെളിച്ചം നിന്റെ പേര് തന്നെ തിരുത്തും, ഈ വെളിച്ചം നിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ഈ വെളിച്ചം നിന്റെ ലൈഫിനെ ഡിസൈൻ ചെയ്യും. വായി തുറന്ന് നീ പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചേ. ഷൈഡാൽ ഖബാന റഗാസി പ്രബാലോ റഗസേ ലഗദ റഗസി ഖബാ ഷഖേ ധര ലബസി ധാര. ദൈവാത്മാവ് ചിലരുടെ മേലേക്ക് എന്തോ ഒന്ന് അവൻ്റെ ആത്മാവ് സംബന്ധമായി പകർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ശരീരങ്ങളിലേക്ക് ആ ദൈവ സാന്നിധ്യം ഒഴുകിത്തുടങ്ങുന്നു. ഷഖദ ലഗദബ ഉഠമന ശംധുനി പ്രബലഗടക ശക്തര ഋഗബ ഋഗൽ ഖബ. കുഞ്ഞെ, ഇരുട്ടുള്ളിടത്തുനിന്ന് വെളിച്ചം തേടിപ്പോകുന്ന ഈ ലോകത്തിൽ ഇരുട്ടുള്ളിടം വിട്ടുമാറാതെ അവിടെ പൊരുന്നിരിക്കുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശം ആ സ്ഥലം ഇനി പാഴും ശൂന്യവുമായി ഇരിക്കണമെന്നുള്ളതല്ല, ആ സ്ഥലം ഇനി ഫലം കായ്ക്കുന്നതായി മാറണം. ഓ, എൻ്റെ ജീവിതം എന്താ ഫലം കായ്ക്കാത്ത, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ പരാജയമായിപ്പോയെ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ ആയിപ്പോയെ എന്ന് കരുതിയിരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു, നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും നീ സ്നേഹിച്ചവരും കൊടുത്തവരും നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചവരും നിന്റെ കൂട്ടുകാരും എല്ലാവരും നിന്നെ വിട്ടുപിരിഞ്ഞപ്പോ, നീ ഒരു അന്ധകാരത്തിനകത്താണെന്നറിഞ്ഞപ്പോ വിട്ടുപിരിഞ്ഞപ്പോ, നീയുമായി കോണ്ടാക്ട് തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ, നീയുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഒരുവൻ നിന്റെ ഈ സന്ദർഭത്തിൽ നിന്നെ ഹോവർ ചെയ്യുന്നു എന്ന് ഞാൻ ആത്മാവിലൊന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞെ, അല്പസമയം അവനെ നിന്റെ ജീവിതത്തിൽ തുടരാൻ അനുവദിച്ചാൽ നിന്റെ ജീവിതം തന്നെ പരിശുദ്ധാത്മാവ് മാറ്റും. നീ പ്രകാശമുള്ളവനായി തീരും. നീ പാഴാണ്, ശൂന്യമാണെന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷെ ദൈവം പറയുന്നു, നീ പാഴും ശൂന്യവുമായിരിക്കേണ്ട ഒന്നല്ല. നീ പാഴും ശൂന്യവുമായിരിക്കേണ്ട ഒന്നല്ല. നീ പാഴും ശൂന്യവുമായിരിക്കേണ്ട ഒന്നല്ല. ഓ, എന്തോ ആത്മാവ് ആരെയൊക്കെയോ ഭയങ്കരമായിട്ട് തൊടുന്നുണ്ട്. ആമേൻ. നിന്നെ നിഷ്ഫലമാക്കി കളയുന്ന, നിന്നെ ഇല്ലാതാക്കി കളയുന്ന, നിന്റെ പേര് നഷ്ടപ്പെടുത്തുന്ന, സൗഭാഗ്യങ്ങളൊക്കെ തടസ്സം ആമേൻ കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും പരിശുദ്ധാത്മാവിന്റെ ശക്തികൾ തകരട്ടെ. ആത്മാവിന്റെ തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു, തീ കത്തുന്നു. പലരുടെ മേലേക്കും പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നു. ഈ സെക്കൻഡിൽ സ്വർഗം 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 തുറക്കുന്നു. അതെ, ഇരുട്ടിന്റെ ശക്തികൾ ഈ സെക്കൻഡിൽ തകരുന്നു. ഓ, പവർ പവർ പവർ. എനിക്കറിയാം, ആത്മാവിന്റെ തീ കത്തുന്നു പല ഭവനങ്ങൾക്കകത്തും, ആത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ. ഇന്നു മുതൽ നീ അകത്ത് പ്രകാശമുള്ളവനായിരിക്കും. ഇന്നു മുതൽ നീ അകത്ത് പ്രകാശമുള്ളവനായിരിക്കും.
ഇന്നു മുതൽ നീ അകത്തെ വെളിച്ചം കൊണ്ട് പുറത്തെ അന്ധകാരത്തെ കീഴടക്കുന്ന ഒരു ദൈവിക അധികാരം. ഓ, പൗലോസ് കീഴടക്കിയ പോലെ, യേശു കീഴടക്കിയതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വെളിപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു അകത്തെ പ്രകാശം ഇപ്പോൾ അത് സ്വർഗം പകരട്ടെ. ഓ, hallelujah. Jesus. തുടർന്നു. Oh, the power of God, power of God, power of God, power of God. എനിക്കറിയാം, അസാധാരണമായി ചിലരുടെ ജീവിതത്തെ ഈ സന്ദേശം റീഓപ്പൺ ചെയ്യുകയാണ്. ഈ സന്ദേശം ചിലരുടെ ജീവിതത്തെ ആകെ മൊത്തം മാറ്റി മറിക്കുകയാണ്. അതെ, ദൈവം നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ ആഗ്രഹിക്കുന്നു. Fire, 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 fire. Rekabalaba, Seterbalaba, Lembra Seteria, Telonia, Causis, Mandil, Kadema, Redel, Meko, Jeteria, Hoase, Jesus. ഒരു കൂട്ടർ പറഞ്ഞു, ഹേ പക്ഷപാതക്കാര്, പക്ഷപാതം വന്നവൻ എഴുന്നേറ്റ ചരിത്രമില്ല. ഹേ പക്ഷപാതക്കാര്, നീ എന്തിനാ ഇവിടെ വന്ന് ഇവൻ പറയുന്നതൊക്കെ കേൾക്കുന്നത്? ഹേ പക്ഷപാതക്കാര്, പ്രാർത്ഥന കൊണ്ട് എഴുന്നേക്കും നിന്നോട് ആരാ പറഞ്ഞു? ഹേ പക്ഷപാതക്കാര്, ഇവൻ പാപം മോചിച്ചു എന്ന് പറയാൻ ഇവൻ മനുഷ്യനല്ലേ? ഹേ പക്ഷപാതക്കാര്, ആരാ ഇവനെ ഇവിടെ കൊണ്ടുവന്ന്? എടുത്തുകൊണ്ടുവന്നവരല്ല, അതുപോലെ വീട്ടിൽ കൊണ്ടുപോ എന്ന് നാട്ടുകാരും കൂടി നിന്നവരും തീരുമാനിച്ചപ്പോൾ എന്റെ ഇച്ഛയ്ക്ക് മുകളിൽ മറ്റൊരു തീരുമാനം കൊണ്ടുവെക്കാൻ നീ ആരാണെന്ന് ചോദിച്ച യേശു കർത്താവിന്റെ മറുപടികൾ, നിന്റെ വിടുതലിന് തടസ്സമായി സംസാരിക്കുന്ന, നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി സംസാരിക്കുന്ന, നിന്റെ വളർച്ചയെ അംഗീകരിക്കാത്ത, നിന്റെ നല്ല നടപ്പിനെ കാണാത്ത ചിലരുടെ അസൂയയുടെ മേൽ, ചിലരുടെ കണ്ണുകടിയുടെ മേൽ, അങ്ങനെ ചോദ്യം ചെയ്യുന്നവരുടെ മേൽ യേശുവിന്റെ മറുപടി ഇന്ന് വെളിപ്പെടട്ടെ. Oh Jesus, my God, my God, my God, my God. Shalbraka tarbo hose tarma. Jesus. പിതാവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. വിശ്വാസത്തോടെ ഈ ജനം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കേട്ട ഈ ദൂത് സ്വീകരിക്കുകയാവാ. ഞങ്ങളുടെ ചരിത്രം മാറ്റുന്ന ദൈവിക ഇടപെടലിനായി നന്ദി പറയുന്നു. കേട്ട വചനം പോലെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് ഞങ്ങൾ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അപ്പാ അധികം അഭിഷേകവും കൃപയും ഞങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളും കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്ന ഓരോ വ്യൂവേഴ്സ്, ഈ സൂമിലും യൂട്യൂബിലും ഞങ്ങളെ കാണുന്ന ഓരോ വ്യൂവേഴ്സിനെയും യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരെ മറ്റുമായി അനുഗ്രഹിക്കണമേ. ഈ രണ്ട് പ്ലാറ്റ്ഫോമിന്മേലും ഒരു ഉണർവ് വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്തൊരു അസാധാരണമായ ഉണർവ് വ്യാപരിക്കട്ടെ. 2024 ഒരു ഭയങ്കരമാകുന്ന ഒരു ഹാർവെസ്റ്റ് ഇയർ ആയി മാറട്ടെ യേശുവേ. അങ്ങനെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും, പ്രതിയോഗിയുടെ ബലത്തെയും, വൈരിയെയും, ദുഷ്ടന്റെ സകല ബലവും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ് വിടുവിച്ചതിനായി നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗാണ്. രാവിലെ 6:30 മണിക്കുമുണ്ട്, വൈകുന്നേരം 6:30 മണിക്കും. 2 സമയങ്ങളിലായി നടക്കുന്ന ഈ മീറ്റിംഗിൽ എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാനുള്ള ഭാഗ്യവും അവസരവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥന യോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ അയയ്ക്കുക.
നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങളുടെ പേരും സ്ഥലവും വെച്ച് നിങ്ങൾ അയക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു തരും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ താങ്ങും കരുതും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, നിങ്ങൾക്ക് വർധനവുണ്ടാകും. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രെയർ ഹാളിൻ്റെ പണിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ തരട്ടെ. നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു പ്രേരണ പരിശുദ്ധാത്മാവ് തരട്ടെ. ദയവായി നിങ്ങൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്താട്ടെ. ഇതാണ് ഞങ്ങളുടെ ഡീറ്റെയിൽസ്. ഈ വർഷം ഞങ്ങൾക്ക് ഈ ഹാളിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ആരാധന കഴിക്കണം. അതിനുവേണ്ടി ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങൾ അതിലേക്കായി നിങ്ങൾ നൽകിയാട്ടെ. ഒരിക്കലും നിങ്ങൾക്ക് കുറഞ്ഞു പോകത്തില്ല, നിങ്ങൾക്കൊരിക്കലും കുറഞ്ഞു പോകത്തില്ല. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നന്മ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിശ്ചയമായിട്ട് നൽകി നിങ്ങളെ മാനിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ ദൈവാത്മാവ് നമ്മെ സൂക്ഷിക്കട്ടെ.